ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇൻ്റർമീഡിയറിയിലേക്ക് പോവാം. അതാണ് ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ. ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ എന്ന് പറയുമ്പം നമുക്കറിയാം ബാങ്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു എഴുത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാനത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വായിച്ചു തരാം. എ ബാങ്കർ വിത്ത് എ നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് അക്രോസ് ദ കൺട്രി may be appointed as banker to the issue. More than one bank is appointed in case of large issues. The Securities and Exchange Board of India Rules 1994 defines banker to an issue as a scheduled bank carrying on all or any of the following issue related activities namely. അതായത് ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് എന്താണ് ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ. അതായത് ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഒരുപാട് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് ഉള്ള ബാങ്കേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ. അതായത് ചില കമ്പനികൾ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾ കുറേ ഇഷ്യൂ ചെയ്യാം, ലാർജ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ബാങ്കുകൾ എന്ത് ചെയ്യും, അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ സെബി പറയുന്നത് പ്രകാരം 1994 ബാങ്കറിനെ ഇഷ്യൂ ചെയ്യുന്ന ചില റൂൾസ്, അതായത് ആ ബാങ്ക് ഇപ്പോൾ ഈ താഴെ പറയുന്ന നിങ്ങൾ കാണാം, താഴെ പറയുന്ന ഈ ഒരു 4 കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന ആ 4 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ആക്സെപ്റ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ മണീസ്. ആപ്ലിക്കേഷൻ്റെ മണി ആക്സെപ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കണം, അതായത് അതിനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ആക്സെപ്റ്റൻസ് ഓഫ് അലോട്ട്മെൻറ്റ് ഓർ കോൾ മണീസ്. അലോട്ട്മെൻറ്റും കോൾ മണിയും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം. റീഫണ്ട് ഓഫ് ആപ്ലിക്കേഷൻ മണീനെ റീഫണ്ട് ചെയ്യാൻ, തിരിച്ചു നൽകാനുള്ള കഴിവുണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് വാറൻറ്റ്. ഡിവിഡൻറ്റും ഇൻട്രസ്റ്റ് വാറൻറ്റും തിരിച്ചു നൽകാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കണം. ആ ഒരു ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ബാങ്കേഴ്സിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇത്തരത്തിലുള്ള ഷെഡ്യൂൾഡ് ബാങ്കിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാങ്കേഴ്സ് ടു ആൻ ഇഷ്യൂ എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ. പിന്നെ താഴെ പറയുന്നു അക്കോർഡിംഗ് ടു റൂൾ നമ്പർ 3 ഓഫ് ദ റൂൾസ് ഓഫ് സെബിൻ്റെ റൂൾ നമ്പർ 3 പ്രകാരം പറയുന്നത് നോ പേഴ്സൺ ഷാൾ ക്യാരി ഓൺ എനി ആക്ടിവിറ്റി ആസ് എ ബാങ്കർ ടു ആൻ ഇഷ്യൂ അൺലെസ് ഹി ഹോൾഡ് എ സർട്ടിഫിക്കറ്റ് ഗ്യാരണ്ടി ബൈ ദ ബോർഡ് അണ്ടർ ദ റെഗുലേഷൻ. അതായത് സെബിൻ്റെ സർട്ടിഫിക്കറ്റും അവരെ അംഗീകാരവും ഇല്ലാതെ ഒരു ബാങ്കിനും ഇത്തരത്തിലുള്ള ബാങ്കർ ടു ആൻ ഇഷ്യൂ പറഞ്ഞുള്ള ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, അതാണ് പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എപ്പോഴെങ്കിലും സെബി ആവശ്യപ്പെടുകയാണെങ്കിൽ ബാങ്കർ ടു ഇഷ്യൂ എന്ന് പറയുന്ന ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ സബ്മിറ്റ് ചെയ്യേണ്ട ഇൻഫർമേഷൻസാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ നമ്പർ ഓഫ് ഇഷ്യൂസ് ഫോർ വിച്ച് ഹീ വാസ് എൻഗേജ്ഡ് ആസ് എ ബാങ്കർ ടു ആൻ ഇഷ്യൂ. എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ഇയാൾ എൻഗേജ് ചെയ്തു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വൺ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഓർ ഡീറ്റെയിൽസ് ഓഫ് ആപ്ലിക്കൻസ് മണി റിസീവ്ഡ്. എത്ര ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എത്ര മണി റിസീവ് ചെയ്തു എന്നുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കണം. ദെൻ നെക്സ്റ്റ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ആ ഡീറ്റെയിൽസൊക്കെ എന്ത് ചെയ്യണം, അവരെ അറിയിക്കണം, അത്രേ വരുന്നുള്ളൂ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ 4 പോയിൻറ്റ്സിൻ്റെ റിപ്പോർട്ട്സ് ചെയ്യാത്ത അതാണ് വരുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ ആണ് ദ ഡേറ്റ് ഓൺ വിച്ച് ആപ്ലിക്കേഷൻ ഫ്രം ഇൻവെസ്റ്റേഴ്സ് വാർ ഫോർവേഡഡ് ടു ദ ഇഷ്യൂയിങ് കമ്പനി രജിസ്ട്രാർ ടു ആൻ ഇഷ്യൂ. ഏത് സമയത്താണ് നമ്മൾ, ഏത് ഡേറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്തത് കമ്പനിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ എപ്പോഴാണ് രജിസ്ട്രാറിന് ഇഷ്യൂ ചെയ്തതെന്നുള്ളത് അറിയിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ദ ഡേറ്റ് എമൗണ്ട് ഓഫ് റീഫണ്ട് ടു ഇൻവെസ്റ്റേഴ്സ്. എപ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ എമൗണ്ട് റീഫണ്ട് ചെയ്തത്, അല്ലെങ്കിൽ ഡേറ്റ് എപ്പോഴാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത് എന്നുള്ളത് നമ്മൾ അവരെ അറിയിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇൻ്റർമീഡിയറിയിലേക്ക് പോകാം. ബ്രോക്കേഴ്സ് ടു ദ ഇഷ്യൂ. ബ്രോക്കേഴ്സ് ടു ദ ഇഷ്യൂവിൽ പറയുന്നത് നമുക്കറിയാം, ബ്രോക്കേഴ്സ് ആർ ദ പേഴ്സൺ ഹൂ ആർ റിലേറ്റഡ് വിത്ത് ദ പ്രൊക്വയർമെൻറ്റ് ഓഫ് സബ്സ്ക്രിപ്ഷൻ ടു ദ ഇഷ്യൂ ഫ്രം ദ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്. ദേ ആർ ദ രജിസ്റ്റേർഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദേ ബ്രിങ് ടുഗെദർ ദ പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ടു ദ ന്യൂ issue market. The appointment of brokers is not compulsory. A company can appoint a number of brokers. അപ്പം ഇനി ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബയ്യറേയും സെല്ലറേയും. ഇപ്പോൾ ഏത്
പ്രോസസ്സ് അല്ലെങ്കിൽ ഏത് പർച്ചേസ് ആൻഡ് സെയിലിലും ബ്രോക്കേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ സ്ഥലം വാങ്ങുമ്പോഴാണെങ്കിലും ശരി, അതല്ലെങ്കിൽ ഒരു മാരേജ് ആണെങ്കിലും ശരി, അവരെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ആ ഒരു ഇൻ്റർമീഡിയറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രോക്കർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ബയറേയും സെല്ലറേയും ഈ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ കൂടി ചേർത്തുന്ന വ്യക്തിയാണ് നമ്മൾ ബ്രോക്കർ എന്ന് പറയുന്നത്. ഒരു കമ്പനിക്ക് എത്ര ബ്രോക്കേഴ്സിനെ വേണമെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യാം. ഒരു കമ്പനിക്ക് ബ്രോക്കറിനെ വെക്കണമെന്ന് എന്തില്ല, നിർബന്ധവും ഇല്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ എത്ര ആൾക്കാരെ വേണമെങ്കിലും വെക്കാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഏതാളെയാണോ നമ്മൾ വെക്കുന്നത് ആ വ്യക്തിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. ഈ വ്യക്തി എന്താ ചെയ്യുന്നത്, പ്രോസ്പെക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഷെയർസിനെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള റിക്വയർമെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആവശ്യ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കുക, ദ മാനേജേഴ്സ് ടു ദ ഇഷ്യൂ ആൻഡ് ഒഫീഷ്യൽ ബ്രോക്കേഴ്സ് ഓർഗനൈസ് ദ പ്രിലിമിനറി ഡിസ്ട്രിബ്യൂഷൻ of securities and procure direct subscription. The brokerage payable to brokers varying in between 1% to 1.5% of the issue prices of securities. The following are the important functions performed in connection with the new issue. അപ്പം ഇതിൽ പറയുന്നുണ്ട് എത്രയാണ് ബ്രോക്കറേജ് വരുന്നത്. 1%-യും 1.5%-യും ഉള്ളിലായിട്ട്, എന്തിൻ്റെ ഉള്ളിലായിട്ട്, നമ്മൾ എന്താണോ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ പ്രൈസിൻ്റെ ഉള്ളിലായിട്ടുള്ള ഈ ഒരു പെർസെൻറ്റ്, എത്രയാണോ ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ്. ഇപ്പോൾ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ 1%, അതല്ലെങ്കിൽ 1.5ൻ്റെ ഉള്ളിലായിട്ടുള്ള ഒരു പെർസെൻറ്റേജിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അയാളെ കമ്മീഷൻ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഒഫീഷ്യൽ ബ്രോക്കേഴ്സ് ആണെങ്കിലും ശരി, മാനേജേഴ്സ് ആണെങ്കിലും ശരി, ഇവരാണ് എന്ത് ചെയ്യുന്നത്, പ്രിലിമിനറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്യൂരിറ്റീസ് ചെയ്യുന്നത്. അതായത് ആദ്യമായിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതും അത് ഡയറക്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതും ഈ ഒരു ഒഫീഷ്യൽ ബ്രോക്കേഴ്സ് ത്രൂ ആണ് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അവരെ കമ്മീഷനും പറഞ്ഞു, അവരാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതെന്നും പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, ഈ ന്യൂ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു 3-4 ഫങ്ഷൻസ് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് അണ്ടർ റൈറ്റേഴ്സും മാർക്കറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗിവിങ് പ്രീ പബ്ലിസിറ്റി കൊടുക്കുക. അതായത് ഷെയറൊക്കെ ഇഷ്യൂ ചെയ്യുന്നതിനേക്കാൾ മുൻപ് തന്നെ എന്ത് ചെയ്യാണ്, അതിൻ്റെ ഒരു പബ്ലിസിറ്റി പ്രൊവൈഡ് ചെയ്യലാണ് ഇവർ ചെയ്യുന്ന ആദ്യത്തെ ഒരു ഫങ്ഷൻ. രണ്ടാമത്തത്, ആഫ്റ്റർ റിസീവിങ് ലൈസൻസ് ഫ്രം സെബി ദേ ക്യാൻ ആക്ട് ആസ് എ മെർച്ചൻറ്റ് ബാങ്കേഴ്സ്, ലീഡ് മാനേജേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടൻറ്റ് എക്സെട്ര. അവർക്ക് സെബിൻ്റെ ലൈസൻസ് എപ്പോഴാണോ കിട്ടിയത് അതിൻ്റെ ശേഷം മുതൽക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെർച്ചൻറ്റ് ബാങ്കേഴ്സായിട്ടും ലീഡ് മാനേജേഴ്സായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടൻ്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പ്രവർത്തിക്കാനുള്ള അധികാരം ഉണ്ട്. ദെൻ നെക്സ്റ്റ്, അതുപോലെ തന്നെ നെക്സ്റ്റ് വണ്ണാണ് ബ്രോക്കേഴ്സ് എന്തായിട്ട് ഡിഫറെൻറ്റ് കപ്പാസിറ്റിയിൽ ആക്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രിൻസിപ്പളായിട്ടോ അല്ലെങ്കിൽ ഒരു ഏജൻ്റായിട്ടോ അല്ലെങ്കിൽ ഒരു സ്പെക്കുലേറ്ററായിട്ടോ. സ്പെക്കുലേറ്റർ മീൻസ് എന്താണ്, ഭാവിയിൽ എങ്ങനെയെന്നുള്ളത് എന്താ പറയുക, ഗസ് ചെയ്യുക, ഭാവിയിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് പ്രവചിക്കാൻ പറ്റുന്ന ഒരാളായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ബ്രോക്കർ ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ബ്രോക്കർ അതുപോലെ തന്നെ ഒരു ജോബറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, ഓൺ ബിഹാഫ് ഓഫ് ദി ജോബ് അല്ലെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് ദി സെക്യൂരിറ്റി ഹി ക്യാൻ ഡീൽ വിത്ത് ഇറ്റ് വെരി മച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രോക്കറിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ഇത്രയും ഇതോട് കൂടിയിട്ട് നമ്മളെ ഇൻ്റർമീഡിയറീസ് കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ വരുന്ന ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് റൈസിങ് ഓഫ് ക്യാപിറ്റൽ. അപ്പം അതിലെ റീസെൻറ്റ് ട്രെൻഡാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് റേസിങ് ഓഫ് ക്യാപിറ്റൽ. റേസിങ് ഓഫ് ക്യാപിറ്റലിൽ പറയുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രഷ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നുണ്ട്. ഡെക്കേഡ്സ് അതായത് കാലങ്ങളോളമായിട്ട് ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ ഫ്രഷ് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രൈമറി മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സാണ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സാണ് പ്രൈമറി മാർക്കറ്റ് എന്നാണ് പറയുന്നത്. എക്കണോമിക് റിഫോംസ് പ്രകാരം 1991 to 1992 ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു കമൻസ്മെൻറ്റ് അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ആണ്. അടുത്തതാണ് പബ്ലിക് ഇഷ്യൂസിൽ കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ ജസ്റ്റ് വായിക്കാം. The average size of the public issue increased from 226 crore in 2005 and 2006 to 351 crores in 2006 to 2007. അതായത് 226 നിന്നും 351
അത്രയും വലിയൊരു ഗ്രോത്താണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ആവറേജ് സൈസ് ഓഫ് IPO ഇൻക്രീസ് ചെയ്തിട്ടുള്ളതും 138 ക്രോറിൽ നിന്നും 370 ക്രോറിലേക്കാണ് സെയിം പീരീഡിൽ തന്നെ. അതായത് സെയിം പീരീഡ് മീൻസ് 2005 to 2006 നിന്ന് വന്ന പോലെ തന്നെ 2006 to 2007 ജസ്റ്റ് 1 ഇയറിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ ദ ഷെയർ ഓഫ് IPO ഇൻ ദ ടോട്ടൽ റിസോഴ്സ് മൊബിലൈസേഷൻ വാസ് 85.1% നിന്നും 2006 to 2007 അതായിരുന്നു. ഇപ്പോൾ ആവറേജ് സൈസ് ഓഫ് ഇനീഷ്യൽ share sale offers by Indian companies rose by 31% to 827 crores in April-November period of 2010. അത്രയും വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. ദ കമ്പനീസ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് മോബ്ഡ് അപ്പ് 33,068 crore through 40 initial public offerings in the 2010 to 2011. Against these, the year 2009 and 2010 so 39 IPO raising 24,696 crores during the just ended 2015 to 2016. Fundraising through IPO came into at least at rupees 14,461 crore, make it highest in the last 5 financial year. ഏറ്റവും വലിയ ഹയസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ലാസ്റ്റ് 5 ഫിനാൻഷ്യൽ ഇയറിൽ ഏറ്റവും വലിയ ഹയസ്റ്റ് ആയിട്ട് IPO വന്നിട്ടുള്ളത് 14,461 ആണ്. ഇൻ കമ്പയറിംഗ് rupees 2,770 crores were mobilized in 2014 to 2015. During 2015 to 2016 so far 71 companies have accessed the capital market and raised rupees 51,612 crores compared to 11,562 crores raised through 61 issues during the corresponding period of 2014 to 2015. അപ്പോൾ ഓവറോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റേസിംഗ് ഓഫ് ദ ടോട്ടൽ ഫിഗർ ഈസ് വെരി ഹൈ വെൻ കമ്പയർഡ് ടു ഈച്ച് ആൻഡ് എവറി ഇയേഴ്സ്. അപ്പോൾ അത്രയും വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, മനസ്സിലാക്കുക, അത്രത്തോളം വലിയൊരു ചേഞ്ചാണ് ഷെയർസിൽ പബ്ലിക് ഇഷ്യൂ ചെയ്ത സമയത്ത് ഈ ഒരു പ്രൈമറി മാർക്കറ്റ് കൊണ്ടുണ്ടായിട്ടുള്ള ബെനിഫിറ്റ്. ദ സെബി ബോർഡ് ഹാഡ് give its in principle approval for cutting the listing time taken by IPO after issue closures. It now takes at least 3 weeks for an IPO from its date of closure to list in secondary market. This long gestation period is perceived to be generous of many problems being faced by the regulators and ഇൻവെസ്റ്റേഴ്സ്. അതായത് ആദ്യമൊക്കെ അപ്രൂവലിന് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ക്ലോസിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് 3 weeks എങ്കിലും കഴിഞ്ഞിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഈ ഒരു ലോങ് ഗെസ്റ്റിറ്റേഷൻ പീരീഡിന് എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള പ്രോബ്ലംസ് ഇൻവെസ്റ്റേഴ്സും റെഗുലേറ്റേഴ്സും ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് ക്യാപിറ്റൽ റേസിങ്ങിൽ വരുന്നതാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ് ഉണ്ടായിട്ടുള്ളത്. എത്ര % ചേഞ്ചസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. മെജോറിറ്റി ഓഫ് ദ റിസോഴ്സസ് മൊബിലൈസ്ഡ് ത്രൂ പ്രൈവറ്റ് placements were reported to NSE and BSE. Of the total amount reported, the share of NSE was 71.1% during 2006 to 2007. 2006 to 2007 71.1% ആയിരുന്നു. A total of 247 issuers raised 2,711 billion through 1,475 privately placed issues in 2013 to 2014. In 2015 to 2013 to 2014 റിപ്പോർട്ടാണ് പറയുന്നത്. പക്ഷേ 2015 നിന്നും 16 ആയപ്പോഴത്തേക്കും ജസ്റ്റ് 1 year ചേഞ്ച് ആയപ്പോഴത്തേനും വന്ന ചേഞ്ചാണ് 4,08,968 crores was raised. അത്രയും വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ് പ്രൈമറി മാർക്കറ്റിൽ വന്നിട്ടുള്ള പബ്ലിക് ഇഷ്യൂസ് ആൻഡ് പ്രൈവറ്റ് ഇഷ്യൂസിൻ്റെ പ്ലേസ്മെൻറ്റ് ഓഫ് ഡെബ്റ്റും എക്വിറ്റി ഷെയർസിൻ്റെയും അത്രയും വലിയൊരു അത്രയും വലിയൊരു ചേഞ്ചാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു മെത്തേഡ് യൂസ് ചെയ്തിരുന്നായിരുന്നു മ്യൂച്വൽ ഫണ്ട്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് ഹൗസ് ഹോൾഡ് സേവിങ്സിനൊക്കെ ആയിട്ടുള്ള ചെറിയ എമൗണ്ട് ആയിരിക്കും മ്യൂച്വൽ ഫണ്ട്സിൽ സാധാരണ രീതിയിൽ അവരുടെ കയ്യിൽ നിന്ന് ക്യാപിറ്റൽ ഫോം ചെയ്യലാണ്. അതായത് ചെറിയ എമൗണ്ടിൽ ഹൗസ് ഹോൾഡിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഫണ്ടാണ് മ്യൂച്വൽ ഫണ്ട്സ്. ഹൗസ് ഹോൾഡ് സേവിങ്സിൽ വരുന്ന ഇന്ത്യയിലുള്ള ഹൗസ് ഹോൾഡ് സേവിങ്സിൽ വരുന്ന ഒരു
ചെറിയൊരു സ്മോൾ പാർട്ട് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്നതാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൈമറി മാർക്കറ്റിൽ ഈ മ്യൂച്വൽ ഫണ്ടും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹൗസ് ഹോൾഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറി ആണ്. ദ മ്യൂച്വൽ ഫണ്ട് ഹാവ് എമേർജ്ഡ് ആസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് വിച്ച് കാറ്റർ ടു ദ നീഡ് ഓഫ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഇൻ്റർമീഡിയറി ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറിയും കൂടിയാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ പ്രൈമറി മാർക്കറ്റിലെ സെക്കൻഡ് പോയിൻറ്റിലേക്ക് പോവാം. റിവൈവൽ ഓഫ് പ്രൈമറി മാർക്കറ്റ്. അതുപോലെ തന്നെ പ്രൈമറി മാർക്കറ്റിൽ റിവൈവ് ചെയ്തിട്ടുള്ളത് ആഫ്റ്റർ എ 10 years ബ്രേക്ക് ആൻഡ് അക്കോർഡിംഗ് ടു പ്രൈം ഡാറ്റാബേസ് it set a record by raising almost as much money in 2004 and it had in the previous 9 years put together. In 2006 to 2007, strong macroeconomic fundamentals, favorable investment climate, encouraging corporate results and boycott secondary market performance supported by institutional investors encouraged a number of companies to raise capital from the primary market. അപ്പം ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പലതരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് എക്കണോമിക്കലായിട്ടുള്ള അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റിലും പലതരത്തിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കയ്യിൽ നിന്നും കൂടുതൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള റിസൾട്ടും പ്രോപ്പറായിട്ടുള്ള പ്രോഫിറ്റ് പെർഫോമൻസും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എല്ലാം ഒരു 10 years ബാക്കിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2006 to 2007 അത്രത്തോളം ഒരു ടെക്നോളജിക്കൽ IT മേഖലയിലൊക്കെ ഉള്ള ഇമ്പ്രൂവ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തരത്തിലുള്ള ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു റിസൾട്ടും നല്ലൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു തരത്തിലുള്ള ഒരു ഡിവിഡൻഡൊക്കെ കിട്ടാനും പലതരത്തിലും ഈ ഒരു പ്രൈമറി മാർക്കറ്റ് അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് തന്നെ റീസെൻ്റായിട്ട് പലതരത്തിലുള്ള ഇനിഷ്യേറ്റീവ് ബുക്ക് ബിൽഡിങ് അതുപോലെ തന്നെ ഷോർട്ടനിങ് പ്രോസസ്സ് ആയിട്ടുള്ള പലതരത്തിലും ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും ഒക്കെ ഷെയർസിൻ്റെ അലോട്ട്മെൻറ്റും ആപ്ലിക്കേഷനൊക്കെ പ്രോപ്പർ ടൈം എടുത്തുകൊണ്ട് തന്നെ സെബിൻ്റെ ഇനീഷ്യേറ്റീവ് പ്രകാരം തന്നെ ഇലക്ട്രോണിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ IPO ഇലക്ട്രോണിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇഷ്യൂയിങ് പ്രോസസ്സും അതുപോലെ തന്നെ കമ്പനിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും കമ്പനീസിലെ ഇൻവെസ്റ്റേഴ്സിനെ എല്ലാം പ്രോപ്പറായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ ഒരു പ്രൈമറി മാർക്കറ്റിന് ഒരു പരിധി വരേക്കും ഒരു 10 back years എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് തേർഡ് വണ്ണാണ് ഡോമിനൻസ്. അതുപോലെ തന്നെ ഇതിലത്തെ തേർഡ് പോയിൻറ്റ് ഇത് മൂന്നുമാണ് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ പ്രൈമറി മാർക്കറ്റിൽ പറയുന്നത്. തേർഡ് വൺ എന്താണെന്നുള്ളത് നോക്കുക. ഡോമിനേഷൻ. എന്താണ് ഡോമിനേഷൻ? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ശരി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആണെങ്കിലും ശരി ഈ ഒരു പ്രൈമറി മാർക്കറ്റിലേക്ക് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിലേക്ക് ഈ ഒരു പബ്ലിക് സെക്ടേഴ്സും ഒരുപാട് തരത്തിലുള്ള ഡോമിനൻസ് അതായത് ഒരുപാട് തരത്തിലുള്ള സാക്രിഫൈസ് ചെയ്തിട്ട് പല ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ട് പലതരത്തിലും പ്രൈമറി മാർക്കറ്റിനെ ഒരു പരിധി വരേക്കും ഇവരും സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹയർ ലെവൽ ഓഫ് ക്യാപിറ്റൽ മൊബിലൈസേഷന് വേണ്ടിയിട്ട് ബാങ്ക്സ് ആണെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പലതരത്തിലും എമൗണ്ട് മൊബിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ മൊബിലൈസ്ഡ് ഫണ്ട്സ് ആയിട്ടുള്ള ബോണ്ട്സ് ആണെങ്കിലും തരത്തിലുള്ള ഫോംസിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ പബ്ലിക് സെക്ടർ മൊബിലൈസ് ചെയ്തിട്ടുണ്ട്. ബോണ്ട്സ് എന്നുള്ള രീതിയിലാണെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടറിനും ഈ ഒരു പ്രൈമറി മാർക്കറ്റിലേക്ക് ഒരു പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പ്രൈമറി ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇത്രത്തോളം വലിയൊരു ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ നമുക്കറിയാം. ആക്സിലറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പീഡ് കൂട്ടുക അല്ലെങ്കിൽ ഗ്രോത്ത് കൂട്ടുക. അതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് അല്ലെങ്കിൽ സെവറൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ, അതായത് നമ്മൾ തന്നെ എന്ത് ചെയ്തു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങുമ്പോൾ എന്താണ് ആ ഇൻഡസ്ട്രീൻ്റെ ഗ്രോത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സ്വാഭാവികമായിട്ടും ഈ ഒരു ഷെയർസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോഴല്ല അതിന് ആ ഒരു പോസിബിലിറ്റി ഉണ്ടാകുന്നത്. ഈ പ്രൊഡക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ എന്താണ് ഇതിനൊന്നും എന്തില്ല ആവശ്യമില്ല, ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ അത്
ദെൻ നെക്സ്റ്റ് വൺ ആണ് ബോയൻസി ഓഫ് ദ സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റിൽ അതുപോലെ തന്നെ പ്രൈസ് ഷെയർസിൻ്റെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഹയർ സേവിങ്സ് ആവാനും ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ് ആവാനും പ്രൈമറി മാർക്കറ്റിൽ ഒരു പരിധി വരേക്കും സെക്കൻഡറി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഫാക്ട് ഫിസിക്കൽ ഇൻസെൻറ്റീവ്സ് അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ആയാലും അതല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കുറക്കാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ടാക്സ് ബിഫോർ ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടാക്സ് കുറക്കാൻ, ടാക്സ് അളക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഷെയർസിലും കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു ടാക്സിൻ്റെ ഗെയിനും കൂടി കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ഇൻസെൻറ്റീവ്സും പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ടൈറ്റനിങ് ഓഫ് നോംസ്. നമുക്ക് ഇപ്പോൾ ഉള്ളതുപോലെയല്ല, പണ്ടുള്ളതുപോലെയല്ല ഇപ്പോൾ എന്താണ് മെർച്ചൻ്റ് ബാങ്ക്സ് ആയാലും ക്രെഡിറ്റ് റേറ്റ് ഏജൻസീസിനൊക്കെ ആയാലും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപോലത്തെ എന്താണ് നിയമവശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ധൈര്യമായിട്ട് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും, കാരണം ഇവർ ഫ്രോഡായിട്ടൊന്നും ചെയ്യില്ല എന്നുള്ളത്. കാരണം സെബീൻ്റെ നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാത്തിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവരെ സെക്യൂരിറ്റി വേണം, ഇവരെ സെബീൻ്റെ സെക്യൂരിറ്റി വേണം, സെബീൻ്റെ ഗൈഡ് ലൈൻസ് വേണം. ഓരോ പോയിന്റിലും വ്യക്തമായിട്ട് നമ്മൾ സെബീനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് പറയുന്നത് മാത്രമല്ല, ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ അത് ഒരു തരത്തിൽ എന്താണ് ഇൻവെസ്റ്റേഴ്സിന് ഒരു മെറിറ്റ്. ബിക്കോസ് എന്താണ് ഒരിക്കലും വഞ്ചിക്കപ്പെടില്ല, അവർക്ക് എന്താണ്ടായിരിക്കും, ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ആണ് മേജർ റിവാംപ് ഇൻ IPO നോംസ്. പല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെബീൻ്റെ പ്രത്യേകിച്ചുള്ള ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, IPOൻ്റെ ഫുൾ ഫോമാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. അത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സും ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഗ്രീവൻസസ് അറിയാനും അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അറിയാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ സെബി അനൗൺസ് ചെയ്തിട്ടുണ്ട് IPO സബ്സ്ക്രിപ്ഷൻ നടത്തുന്ന സമയത്ത് ചെക്ക് ഫ്രീ ആയിരിക്കണം എന്നും, അതുപോലെ തന്നെ അതിൻ്റെ കട്ട് ഡൗൺ ടേക്ക് ടൈം പീരീഡ് എന്ന് പറയുന്നത് 6 days ആയിരിക്കണം എന്നുള്ളതും, ആദ്യത്തെ 12 ദിവസങ്ങളിൽ മാർക്കറ്റ് മെന്നും എക്സ്ചേഞ്ച് എക്സ്പെക്റ്റൊക്കെ വരുന്ന സമയത്ത് ന്യൂ IPO നോംസ് ഒക്കെ ഉള്ള സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻസൊക്കെ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് 25% എങ്കിലും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തത് കൊണ്ടും കൂടിയാണ് ഈ ഒരു ഫാക്ടേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പെട്ടെന്നുള്ള ഈ ഒരു പ്രൈമറി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പെട്ടെന്നുള്ള ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള 5 പോയിൻറ്റ്സുകൾ, 5 ഫാക്ടേഴ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ ആണ് പേപ്പർലെസ് പ്രൈമറി മാർക്കറ്റ് ഇഷ്യൂ. പേപ്പർലെസ് പ്രൈമറി മാർക്കറ്റ് ഇഷ്യൂ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പേപ്പർലെസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ വാക്കിൽ തന്നെ എന്താണ്, പേപ്പർ ഉപയോഗിക്കാതെ. അപ്പോൾ ഈ ഗ്രിപ്പ് കണ്ടോ, ഗ്രൂപ്പ് ടു റിവ്യൂ ഇഷ്യൂ പ്രോസസ്സ്. അപ്പോൾ ഈ ഗ്രിപ്പ് എന്ന് പറയുന്ന ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ എഴുതി കൊടുക്കില്ലേ, അത് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, പേപ്പറിലല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സബ് പാനലാണ് പ്രൈമറി മാർക്കറ്റ് അഡ്വൈസറി കമ്മിറ്റി, PMAC എന്ന് പറയുന്നത്. അപ്പോൾ ഇവരും സെബിയും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തു, ഒരു മാനുവൽ ഇൻ്റർവെൻഷൻ, അതായത് ആളുകളെ ഇടപെടലുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രൈമറി മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്ത്, ഇപ്പോൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോംസൊക്കെ റിട്ടേണിൽ അല്ലെങ്കിൽ പേപ്പറിൽ കൊടുക്കുന്നതിന് പകരം ഇൻ്റർനെറ്റ് എന്നുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഈ IPO പ്രോസസ്സ് ആണെങ്കിലും എന്ത് ചെയ്യുക, ഒരു ആളുകളെ ഇടപെടൽ ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഈ ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, സെക്കൻഡറി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു പേപ്പർലെസ് വർക്കായിട്ടുള്ള രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈമറി മാർക്കറ്റ് മാറിയിട്ടുണ്ട്. ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ, ഫിൽ ഇൻ ദ പ്ലാൻസോ മറ്റെന്തെങ്കിലും ചോദിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. റീസൺ ഫോർ പുവർ പെർഫോമൻസ്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൈമറി മാർക്കറ്റിലെ സംബന്ധിച്ചിടത്തോളം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പുവർ പെർഫോമൻസ് വരുന്നതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രൈമറി മാർക്കറ്റിലെ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സായിട്ട് റിമാർക്കബിൾ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില ഇൻഡസ്ട്രിയൽ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ആണ് പറയുന്നത്. അതായത് ഒരു 500 ടോപ്പ് കമ്പനീസ് ഹാർട്ട്ലി
റീസെൻ്റ്ലി ചില കമ്പനികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഫ്രഷ് ക്യാപിറ്റലൊക്കെ വേണ്ടിയിട്ട് 3 ഇയേഴ്സ് മുന്നേ ജസ്റ്റ് ഒരു ലാസ്റ്റ് 3 ഇയേഴ്സായിട്ട് എൻ്റർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരുന്നാലും ചില നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് പബ്ലിക്കിനും പ്രൈവറ്റ് സെക്ടേഴ്സിനൊക്കെ ഈ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ട്. അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് മാനിഫെസ്റ്റേഷൻ ഓഫ് റിയൽ ഇക്കോണമിയിലൊരു തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ചില ഇഷ്യൂസ് വരും. അതായത് സെവറൽ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സെവറൽ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്നുള്ളത് നോക്കാം. ഡിക്ലൈൻ ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ഗ്രോത്തിലുള്ള മാറ്റങ്ങൾ വരിക. അതുപോലെ തന്നെ ചില ഡൊമസ്റ്റിക് ഡിമാൻഡ് കണ്ടീഷൻസിലുള്ള മാറ്റം, എക്സ്പോർട്ടിൻ്റെ പെർഫോമൻസ് കുറയുക, ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ് മാർക്കറ്റിൽ കുറയുക, അതുപോലെ തന്നെ സേവിങ്സ് റേഷ്യോയിലുള്ള വളരെ കുറവായിട്ടുള്ള സേവ് ചെയ്യുന്ന റേഷ്യോയിലുള്ള വളരെ കുറവ്. അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഫാക്ടേഴ്സും നെഗറ്റീവ്ലി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിൻ്റെ ന്യൂ ഇഷ്യൂ മാർക്കറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് ഫെയിലിയർ ടു മൊബിലൈസ് ദ ഹൗസ് ഹോൾഡ് സേവിങ്സ്. വേണ്ട രീതിയിലുള്ള ഹൗസ് ഹോൾഡ് സേവിങ്സ് ഇല്ലാതിരിക്കുക. അതായത് ലെസ് ദാൻ 10% എന്ത് ചെയ്യുക, ഇന്ത്യയിൽ ചില സമയങ്ങളിൽ ന്യൂ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഹൗസ് ഹോൾഡ് സേവിങ്സ് കുറവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൈമറി മാർക്കറ്റിൽ സാധാരണ രീതിയിൽ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിനെയാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു പബ്ലിക്കിനെ മൊബിലൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിനെയാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഒരു സേവിങ്സിൻ്റെ ചേഞ്ച് പലതരത്തിലാണ് ഇതിനൊരു ഫാസ്റ്റസ്റ്റ് ചേഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പലപ്പോഴും ഈ ഒരു ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ആണ് പാസീവ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസെൻറ്റീവ്സ് ഒക്കെ പ്രൈമറി മാർക്കറ്റിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസെൻറ്റീവ്സ് ഒക്കെ ചില സാഹചര്യങ്ങളിൽ ഈ പാസീവ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരു ഡിപ്രഷൻ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ ചില സമയങ്ങളിൽ സെക്കൻഡറി മാർക്കറ്റിലെ റിവൈവൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ചില അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. സെക്കൻഡറി മാർക്കറ്റ് അതായത് വിൽക്കപ്പെടാതെ വരുമ്പോൾ അത് സെക്കൻഡറി മാർക്കറ്റിലേക്ക് കൊടുക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പുറമെ ചിലപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഈ ക്യാപിറ്റലിൻ്റെ വോളിയം അല്ലെങ്കിൽ പ്രൈസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചില സമയത്ത് ചില ഡിസിഷൻസൊക്കെ സെക്കൻഡറി മാർക്കറ്റിൻ്റെ കണ്ടീഷൻസും കൂടി ബേസ് ചെയ്തുകൊണ്ട് ഒരു പരിധി വരേക്കും ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നെഗറ്റീവ്ലി ആണ് അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ആണ്, അതിലുള്ള ഒരു നമ്പർ മിസ്റ്റേക്ക് ഉണ്ട്, അത് ക്ലിയർ ചെയ്യുക. ഫോർത്ത് വൺ ആണ് വരുന്നത് ഗ്യാപ്പ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാപ്പ്, പ്രൈമറി മാർക്കറ്റിൽ വരുന്ന ഫങ്ഷണൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാപ്പുകൾ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് വരുന്ന സമയത്ത് ഈ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഒക്കെ ചില സമയത്ത് എഫക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്രൈമറി മാർക്കറ്റിൻ്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ആണ് വരുന്നത് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഇക്കണോമിക് റിഫോംസ്. അതായത് ചില സമയത്തുള്ള ഗവൺമെൻറ്റിൻ്റെ ചില നയങ്ങൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രീമിയം അത്തരത്തിലുള്ള ചില റിലാക്സേഷൻസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ അതും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പരിധി വരെയൊക്കെ ഇപ്പോൾ സെബീൻ്റെ ചില സ്റ്റഡീസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചില കമ്പനീസിന് എന്ത് ചെയ്തിട്ടുണ്ട്, ചില പബ്ലിക് ഇഷ്യൂസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹൈ പ്രീമിയം കൊടുക്കുക, ഇത്തരത്തിലുള്ള പല ഇഷ്യൂസും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിക്വിഡിറ്റീനെയും കോൺഫിഡൻസിനെയും എല്ലാം ഇൻവെസ്റ്റേഴ്സിനെ അഡ്വേഴ്സ്ലി ആയിട്ട് നെഗറ്റീവായിട്ട് പലപ്പോഴും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെന്ത് ചെയ്യണം, ഇക്കണോമിക് റിഫോംസും ഒരു പരിധി വരേക്കും ഇതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഫിഫ്ത്ത് പോയിൻ്റ് നമ്മൾ പറഞ്ഞത്. ദെൻ സിക്സ്ത് വൺ ആണ് ഡാറ്റ ടു ഇൻവെസ്റ്റേഴ്സ്. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റാസ്, അതായത് ചില കമ്പനീസ് എന്ത് ചെയ്തിട്ടുണ്ട്, അനലറ്റിക്കലായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസ് എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ചില പ്രോസ്പെക്റ്റീവ്സിൽ വരുന്ന ഈ ഒരു ഇൻഫോർമേഷൻസ് കറക്റ്റ് ആവാതെ വരുന്ന ചില പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് വൺ
ഡെവലപ്മെൻറ്റ്സ് ഇൻ ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. പല ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വരുന്ന ഡെവലപ്മെൻറ്റ്സും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ എന്താണ് ഡൊമസ്റ്റിക് മാർക്കറ്റിനെ എന്ത് ചെയ്യും, അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിനെ പലതരത്തിലും, അതായത് ഇന്ത്യൻ സെക്യൂരിറ്റീനെ പലതരത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്ട്രോങ്നെസ് കുറയാനും അതിൻ്റെ ആ ഒരു ഫോറിൻ മാർക്കറ്റിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ശരിക്കും ഡൊമസ്റ്റിക് മാർക്കറ്റിനെ പലതരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അതിനൊരു ഡള്ളാക്കാനും, നമ്മളൊരു ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ ഷെയർസിനെ ഡള്ളാക്കാനും ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് പലപ്പോഴും അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന റീസൺസ്, നമ്മളെ പെർഫോമൻസിന് പുവറായി കൊണ്ടുവരുന്ന റീസൺസാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം 7 പോയിൻറ്റ്സാണ് ഉള്ളത്. അതിൽ ഒരു ചെറിയൊരു 3 കഴിഞ്ഞിട്ട് 4 ഇടാതെ 5 ഇട്ടിട്ടുള്ള ആ ഒരു ഇതുണ്ട്. ആ ഒരു നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. താങ്ക് യു.